ഒത്തൻറ്റിക് ആയിട്ടുള്ള ടർക്കിഷ് പിസയും ബീഫ് കോഫ്തയൊക്കെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഇതാ ഇവിടെ വന്നാൽ മതി. ഇതവരുടെ ഷവർമയാണ് കേട്ടോ. ബീഫിലും ചിക്കനിലും ഷവർമ ചെയ്യുന്നുണ്ട്. ഞാനെത്തിയപ്പോഴത്തേക്കും ഇവരുടെ ബീഫ് ഷവർമ കഴിഞ്ഞുപോയി. ഇപ്പോൾ ഉള്ളത് ചിക്കൻ മാത്രമാണ്. ഇവരുടെ സ്പെഷ്യൽ മസാലയിൽ 12 മണിക്കൂറുള്ള മാരിനേറ്റ് ചെയ്ത മീറ്റിലാണ് ഷവർമ മേക്ക് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം 85 ഗ്രാം മീറ്റ് ഒരു ഷവർമയിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഷവർമയ്ക്ക് റൊമാലിയോ ലവാഷ് ബ്രെഡോ ആണ് അവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഷവർമയിൽ അധികം വെജിറ്റബിൾസ് ഒന്നും അവർ ഉപയോഗിക്കാറില്ല. ഈ ഉണ്ടാക്കുന്നത് അവരുടെ ഒരു കോക്ടെയിൽ ഷവർമയാണ് കേട്ടോ. ഇവരുടെ യോഗട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഷവർമ ഉണ്ട്, അത് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിരിക്കണം. ഷവർമ ഏകദേശം 5ലധികം വ്യത്യസ്ത ഫ്ലേവറുകളിൽ ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട്. റോൾ ചെയ്ത ഷവർമ ചാർക്കോളിൽ വെച്ചിട്ട് ഒന്നുകൂടി ഗ്രില്ല് ചെയ്തെടുക്കും. ആ സമയത്ത് ഷവർമയ്ക്ക് ചാർക്കോളിൻ്റെ ഒരു വല്ലാത്തൊരു സുഗന്ധമാണ്. അതിനുശേഷം റാപ്പ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇവിടുന്ന് ട്രൈ ചെയ്യേണ്ട മറ്റൊരു ഐറ്റം ഇവരുടെ ടർക്കിഷ് പിസയാണ് കേട്ടോ. മീൻസ്ഡ് ബീഫിലും ചിക്കനിലും മട്ടനിലും ഒക്കെ ഒരു പീസ് സെർവ് ചെയ്യുന്നുണ്ട്. പിസയ്ക്കുള്ള ഡോ ഒക്കെ അവർ ഇവിടെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. പരത്തിയെടുത്ത ഡോവിന് ഈ ഒരു മെഷീനോടെ കയറ്റിയെടുത്ത് അതിനൊരു ഓവൽ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ചിക്കനും വെജിറ്റബിൾസും ഒക്കെ കൊണ്ട് ഫില്ല് ചെയ്യും. ഞാൻ 4 സൈഡും ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടേ ഒരു ഓവൽ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കും. ഇതാണ് ഇവരുടെ ഓവൻ. പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓവനിലാണ് ഇവരുടെ പിസ്സ ചുട്ടെടുക്കുന്നത്. ഇനി നമ്മുടെ പിസ്സ നേരെ ഓവനിലോട്ട് വയ്ക്കാം. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് നമ്മളെ പിസ്സ റെഡിയായി വരും കേട്ടോ. കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് ഓവൻ തുറന്നപ്പോൾ നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണ് ഈ പിസ്സയുടെ അവസ്ഥയെന്ന് നോക്കാം കേട്ടോ. പിസ്സ പതുക്കെ പുറത്തെടുത്തിട്ടേ ഒരു ടേബിളിലോട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. പിസ്സ കഴിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ, പിസ്സ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പിസ്സ കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിസ്സ ഇതുപോലെയാണ് സ്ലൈസ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം 6 സ്ലൈസ് കിട്ടും ഒരു പിസ്സയിൽ. കട്ട് ചെയ്ത പിസ്സയിൽ നിന്ന് ഒരു സ്ലൈസ് പിസ്സ ഇതുപോലെ ഇങ്ങനെ എടുക്കുമ്പം ആ ചീസ് ഇങ്ങനെ മെൽറ്റായി വരും. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ടേ ഒന്ന് കഴിച്ചു നോക്കണം. അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. ഞാനിത് വെറുതെ പറയുന്നില്ല. ഒരു തവണ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. കഴിഞ്ഞില്ല, ഇനിയുണ്ട് ഇതുപോലത്തെ വ്യത്യസ്തമായ ഒരുപാട് ഐറ്റംസ്. ഇതിൻ്റെ പേരാണ് കൊഫ്ത. കൊഫ്തയ്ക്ക് ബീഫിൻ്റെ ഈ റൗണ്ട് പോർഷൻ മീറ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അരച്ച മീറ്റിനകത്ത് അവരുടെ സ്പൈസസും മസാലയൊക്കെ ഇട്ട് അതിനുള്ളിലായിട്ട് മൊസറല്ല ചീസും വെച്ച് ഫോൾഡ് ചെയ്തെടുക്കും. അങ്ങനെ ഫോൾഡ് ചെയ്ത് സെറ്റാക്കി എടുത്ത മീറ്റ് പതുക്കെ തുറന്ന് നേരെ ചാർക്കോളിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ് ഈ കൊഫ്ത. 5-6 മിനിറ്റ് ചാർക്കോളിൽ ഗ്രില്ല് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കൊഫ്ത റെഡിയായി. കൊഫ്ത ചാർക്കോളിൽ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു മണം വരും. ബീഫിൻ്റെയും ആ ചീസിൻ്റെയും അതുപോലെ തന്നെ ആ സ്പൈസസിൻ്റെയൊക്കെ ആയിട്ട്. ഇതുപോലുള്ള എത്രയധികം വ്യത്യസ്ത ഡിഷുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്നറിയോ. ഇവരുടെ കിച്ചൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. വളരെ ഹൈജീനിക്കാണ്. അങ്ങനെ നമ്മുടെ കൊഫ്ത റെഡിയായി. ബട്ടർ റൈസും ഫ്രഞ്ച് ഫ്രൈസും ആറ്റം സോസും. ആറ്റം സോസ് എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഹോട്ട് ബ്രെഡ്, പിന്നെ ഗ്രില്ല് ചെയ്ത ടൊമാറ്റോയും ചില്ലിയും, അതിൻ്റെ മുകളിൽ കൊഫ്ത. നമുക്കിനി കൊഫ്ത ഒന്ന് കഴിച്ചു നോക്കാം. ഈ ഒരു കൊഫ്ത 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള പോർഷൻ ഉണ്ട് കേട്ടോ. ഇനി ആ മീറ്റ് നമുക്ക് പതുക്കെ എടുത്തൊന്ന് കഴിച്ചു നോക്കാം. ഇങ്ങനെ മീറ്റ് പൊട്ടിക്കുമ്പോൾ അതിനകത്തുനിന്ന് ചീസ് ഇങ്ങനെ വരുന്ന കേട്ടോ. ആ ചീസും ബീഫും കൂടിയിട്ട് ഇങ്ങനെ കഴിക്കണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. ഇതിനകത്ത് നമുക്ക് ചീസിൻ്റെയും മീറ്റിൻ്റെയും ഫ്ലേവർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഡിഷാണ് ഇവിടെ ഈ ബീഫ് കൊഫ്ത. നിങ്ങൾ ബീഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ബീഫിൻ്റെ സ്വാഭാവികമായ സ്വാദ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കൊഫ്ത എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഹോട്ട് ബ്രെഡും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ആ കൊഫ്ത ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ കടിക്കണം. ഓഹ്, എൻ്റെ മോനെ, അകത്തുനിന്ന് ചീസ് വരുന്നുണ്ടോ. സംഭവം അടിപൊളി കേട്ടോ. ഒരുപാട് ഡൈനിങ് സ്പേസ് എന്നുള്ള ഒരു റെസ്റ്റോറൻ്റ് അല്ല കേട്ടോ. രാവിലെ 11 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഇവിടെ വർക്കിംഗ് ടൈം. മാക്സിമം ഒരു 50 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ഏരിയ കേട്ടോ. ആ ഡൈനിങ് ഏരിയ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു സാധനമാണ് ഇവരുടെ ഈ ലവാഷ ബ്രെഡ്. ഈ ബ്രെഡ് ഇവർ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. നല്ല ചൂട് ലവാഷ ബ്രെഡ്, അതിൻ്റെ മുകളിൽ ബീഫിൻ്റെ കൊഫ്ത, അതിനുശേഷം ഗ്രില്ല് ചെയ്ത് വെച്ച ചില്ലി. ഇത് 3 കൂടെ ഇങ്ങനെ എടുത്തിട്ടേ നമ്മൾ നേരെ ഒന്ന് കഴിച്ചു നോക്കണം. അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതിന് മുന്നേ ഒരു തവണ ഞാൻ ഇവിടെ വന്നിട്ട് ഇവരുടെ ഗ്രിൽ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ജ്യൂസി ആയിട്ട് ഗ്രിൽ ചിക്കൻ ഞാൻ വേറൊരു സ്ഥലത്തൊന്നും കഴിച്ചിട്ടില്ല. ഈ ആറ്റം സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ലെസ് മയണീസിൽ യോഗട്ടും ഗാർലിക്കും അതുപോലെ തന്നെ ഒലിവ് ഓയിലൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി സോസാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് കൊഫ്ത വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടേ ആ ബ്രെഡും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ കഴിക്കണം. അടിപൊളിയാട്ടോ. ഈ ആറ്റം പോലെ തന്നെ 7ലധികം വ്യത്യസ്ത ഫ്ലേവറിലുള്ള ഡിപ്പുകൾ പല ഡിഷിനൊപ്പം ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇവരുടെ മെനു ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കബാബ് ഉണ്ട്, ടിക്ക ഉണ്ട്, മോമോസ് ഉണ്ട്, അതുപോലെ തന്നെ ഷേക്സ് ഉണ്ട്, ഈവൻ ബബിൾ ടീ വരെ അവരോട് സെർവ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാന ഹൈലൈറ്റ് എന്താണെന്നറിയോ, ഇവർ സെർവ് ചെയ്യുന്ന ഫുഡിൻ്റെ ക്വാളിറ്റിയാണ്. ഒരു തവണ നിങ്ങൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്കത് ബോധ്യമാവും. കൊഫ്തയ്ക്കൊപ്പം സെർവ് ചെയ്ത ബട്ടർ റൈസാണ്.
പക്ഷേ എനിക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നിയത് ലവാഷ ബ്രെഡാട്ടോ. ഇതുവഴി വരികയാണെങ്കിൽ ഇവരുടെ ഈ ബീഫ് കോഫ്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ഇവരുടെ കൗണ്ടറിലെത്തിയപ്പം അവിടെ കുറച്ച് ഡെസേർട്ട് ഇരിക്കുന്നുണ്ട്. ഇതാണ് സുത്ലക്ക്. പാലിനെ സ്ലോ കുക്ക് ചെയ്തുണ്ടാക്കിയെടുക്കുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് ഈ സുത്ലക്ക്. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രോഡക്റ്റാണ് എനർജി ബൈറ്റ്. ഇത് ഷുഗർ ഫ്രീ ആണ്. ഈന്തപ്പഴവും നട്ട്സും ഒക്കെയാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ്. കുട്ടികൾക്ക് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കുന്നതിന് പകരം ഇതുപോലുള്ള എനർജി ബൈറ്റ്സ് ഒക്കെ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് പെരുമ്പാവൂരാണ് കേട്ടോ. പെരുമ്പാവൂർ മൂലൻസ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിലൂടെ ചേർന്നാണ് ടാക്സിം എന്ന ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.